എന്തോന്ന് കാറ്റ്. എന്റെ വീടും പറമ്പും വിറ്റ പൈസ. ഈ പൈസ കൊണ്ടുപോയിട്ട് നീ ആ മരുന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ ഏൽപ്പിക്കണം. അതിന് എത്ര ദിവസം വേണ്ടി വരും? ഒരു 3-3.5 മാസം. 2 മാസം. 2 മാസത്തിനുള്ളിൽ നീ ആ മരുന്ന് കണ്ടുപിടിക്കുന്നു, എന്നെ ഏൽപ്പിക്കുന്നു. 2 മാസം. 2 മാസം ഓക്കെ. 2 മാസം റെഡി? ഇനഫ്. മണി യുവേഴ്സ്. കൊണ്ടുപോ. എന്നിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോവാ. തീർച്ചയായും. അളിയ, ഞാൻ കാര്യം ചോദിച്ചോട്ടാ. അളിയ രണ്ട് അസുഖം ഉണ്ടാ? എനിക്കൊരു അസുഖമില്ല. നീ മരുന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് ഏൽപ്പിക്കണം. അസുഖം ഉണ്ടായിരുന്നല്ലോ, കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിക്കും. 2 മാസം. 2 മാസം. അങ്ങനെ പപ്പന്റെ മരുന്ന് എന്റെ കൈ. സാമദ്രോഹി, എവിടെയാടാ എന്റെ പൈസ? കിണിക്കാനുള്ള കാര്യം പറയടാ. എവിടെ എന്റെ പൈസ? എന്തിനാടാ കിണിക്കുന്ന? അതെ, അളിയാ ഷോൾഡർ പിടിച്ചിട്ട് കുലുക്കുമ്പോഴേ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വന്നു. കിളവീരെ പെൻഷൻ പൈസ അടിച്ചോണ്ട് പോയപ്പോ കിളവി ഒരു ദിവസം ഇതുപോലെ പിടിച്ചിട്ട് കുലുക്കി. തമാശ പറയുന്നടാ. എന്റെ പൈസ എവിടെ? എടാ, കണ്ട ബേക്കറിയുടെ മുകളിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. എന്റെ വീടും പറമ്പും വിറ്റാണ് ആ 10 ലക്ഷം തന്ന. എവിടെ പൈസ? പൈസ എവിടെ? പൈസ തരും. 2 മാസം അളിയ ഇത്രയും ക്ഷമിച്ചില്ലേ? ഒരു 2 മാസം കൂടെ ക്ഷമി. 1 മാസമല്ല, 2 ആഴ്ച. ഈ 2 ആഴ്ചക്കകം എന്റെ പൈസ തന്നില്ലെങ്കിൽ കൊല്ലും. അമ്മച്ചിയാണോ കൊല്ലും? വേണ്ട, തരാം. ഒന്ന് പൈസ അല്ലെങ്കിൽ മരുന്ന് തരാം. തന്നിരിക്കണം. തരും. എന്റെ 10 ലക്ഷം രൂപ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. Meet you evening. Get ready. നീ ഇതെന്ത് പണിയെ കാണിച്ചേ? ഞാൻ കാണിച്ചത് ഈ പാത്രം ഇവിടെ വെച്ചിട്ട് നീ എവിടെ കറങ്ങാൻ പോയത്? ഞാൻ അവിടെ കറങ്ങാൻ പോവാ. ഞാൻ ഇപ്പോഴല്ലേ കിച്ചണിലേക്ക് വന്നത്. എന്തേ തോന്നിയ ദിവസം കാണിച്ചിട്ട് വെറുതെ കള്ളം പറയരുത് കേട്ടാ. ആര് കള്ളം പറഞ്ഞെന്നടി? നീ ഒരു കിങ് ലയറാ. ലോയർ അല്ല, ഡോക്ടർ. പോയവിടെന്ന് പോവാൻ നോക്കിയാ നീ. ഞാൻ പോവൂല. ഈ ഗ്യാസ് എനിക്ക് കൂടി അവകാശപ്പെട്ടത്, അതങ്ങനെ തീർക്കാൻ പറ്റില്ല. ആണാ? എന്നാ പിന്നെ അതെടുത്ത് നീ ബെഡിൽ പോയി കെട്ടിപ്പിടിച്ചടക്കടി. ഞാൻ കിടക്കും. നീ എന്ത് ചെയ്യും? ഞാൻ മര്യാദക്ക് ഇപ്പൊ പറഞ്ഞേ ഇറങ്ങി പോവാൻ നോക്കിയേ. ഞാൻ മര്യാദക്ക് പറയാ. നീ തോന്നിയാസം കാണിച്ചിട്ട് ഈ പാത്രം മര്യാദക്ക് കഴുകി വെച്ച് അണക്കണ്ട കരി പിടിച്ചിരിക്കണ്. അയ്യോടി വന്നമേ, ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത്? നിനക്ക് വല്ല അൾഷിമേഴ്സും ഉണ്ടാവും. ചെയ്ത് കൂട്ടിട്ട് എടുത്ത് കഴിയടി.
നീ അല്ലാണ്ട് ഇവിടെ വേറെ ആരെന്ത് ചെയ്യാനാ? നീ പോയി അന്വേഷിക്കണേ. നിന്നെ ഞാൻ അന്വേഷിക്കണേ. നിങ്ങൾ എന്തോന്ന് അല്ലെങ്കിലേ ഇവിടെ ആൾക്കാർക്ക് മനസ്സമാധാനമില്ല. അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? പറ. പാപ്പ ഞാനല്ല, നീ പാപ്പോട് ചുമ്മാ ചൊറിയാൻ നിൽക്കുന്നത്. എന്താണ് പാപ്പു, നിനക്ക് എന്താണ് പ്രശ്നം? നീ എന്തിനാണ് വെറുതെ അവളെ ചൊറിയുന്നത്? പോപ്സ് ഒരു മിനിറ്റ്. ഇവളോരോ തോന്നിയാസം കാണിച്ചിട്ട് ഞാനത് വിളിച്ചു പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ എന്ത് തോന്നിയാസാണ് കാണിച്ചത്? പാപ്പ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവള് ചെയ്തു പോപ്സ്. ദേ ഈ പാത്രം ഉണ്ടല്ലോ, ഈ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് കരിയിച്ച് കളഞ്ഞു പോപ്സ്. എന്നിട്ട് കറങ്ങി നടക്കുക കണ്ടോ. ഇനി ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇത് പൊട്ടി തെറിച്ചാനെ. നീയാണോ ചെയ്തത്? ഞാൻ എന്താ കയ്യിലും അല്ല പോപ്സ്. അതെ അതെ അതെ, എന്നെ ടെൻഷൻ ആക്കരുത്. നീയാണോ അത് ചെയ്തത്? എന്റെ പപ്പ ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീയും അല്ല. ഇതവൻ തന്നെ, മേജർ കിഷൻ. അയാളെന്തിനാ പോപ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി നമ്മളെ അപായപ്പെടുത്താൻ. അല്ല, ഈ പറഞ്ഞ വ്യക്തിനെ നിനക്കറിയോ? പിന്നെ നീ എന്തിനാ ഞെട്ടിയത്? അത് പിന്നെ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോ, പിന്നെ ഇങ്ങനത്തെ പേര് കേൾക്കുമ്പോ ഞെട്ടാതെ ചിരിക്കണോ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ബാഗെല്ലാം എടുത്തുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് പോകാൻ നോക്ക്. ബാഗ് എന്തിനാ പാക്ക് ചെയ്യുന്നത്? ഈ വീടിപ്പോൾ ശത്രു സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്. ആസ് പെർ മിലിറ്ററി റൂൾ ഇപ്പോൾ ഇവാക്വേഷൻ ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാഗ് എടുത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വെക്കോളൂ. അല്ല, അപ്പൊ പപ്പയോ? എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ജൽദി. അല്ല പോപ്സ്, അയാള് പോപ്സിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ അതോ എന്നെ അറ്റാക്ക് ചെയ്യോ? നീ അയാളെ എന്ത് ബന്ധം? ബന്ധമൊന്നുമില്ല. പിന്നെ എന്തിനു നിന്നെ അറ്റാക്ക് ചെയ്യണം? ഇതുപോലത്തെ മണ്ടത്തരം ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് നിൽക്കാതെ ജീവൻ കെട്ടു. ഇവിടെ പാനിക് റൂം ഉണ്ടോ? വേറെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊന്ന് തീരുമാനമാവും. എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ. പക്ഷേ പപ്പൻ തകരൂല. പപ്പ ഏറ്റുമുട്ടും. എന്താ പാക്ക് ചെയ്യുന്നില്ലേ? വേഗം 2-3 ഡ്രസ് എടുത്ത് വെച്ചാ മതി. എന്റെ ഒരു സ്ഥിരം ഹൈഡൗട്ട് ഉണ്ട്, അവിടെ പോയി വിളിച്ചിരിക്കാം. ഞാൻ വരുന്നില്ല. നീ പോയിക്കോ, ഞാൻ വന്നില്ല. ദൈവമേ ലച്ചു, നിനക്ക് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടാ. അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത്. നമുക്ക് ഓടി രക്ഷപ്പെടാ. നിനക്ക് മേ ബി ഇത് വെറും ലോഡ്ജ് പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ എവിടെയും പോവാണ്ട് ഭയങ്കര ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പപ്പൻ്റെ ഒപ്പം നിന്ന് നേരിടാം. അപ്പൊ നീ വരുന്നില്ല? ഇല്ല. ശരി. അയാള് നിനക്ക് അറിയാഞ്ഞിട്ടാ. എന്ത് വൃത്തികെട്ടവനാന്നറിയോ? അയാളെ നിനക്ക് ശരിക്കും അറിയൂ? അങ്ങനെയല്ല, ഇങ്ങനെ വരുന്നവര് ഭയങ്കര അങ്ങനത്തെ ആൾക്കാരായിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാണ്ട് എനിക്കറിയൊന്നുമില്ല അയാളെ. എന്തായാലും ഞാൻ പോവാ. നീ വരുന്നില്ലല്ലോ? ഉറപ്പാണേ? ആ ശരി, ബൈ. പോപ്സ് എന്താ ചെയ്യുന്നേ? ഞാനേ അവരെ നേടാണ്ട് ആയുധങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ആ തോക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുത്തനെയും പേടിക്കണ്ടായിരുന്നു. നിങ്ങൾ പോകാറിങ്ങിയ എന്നാ പെട്ടെന്ന് വെക്കോ. പിന്നെ
ഇനി ഞാൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ശരി. Pops, take care. ആ ഓക്കെ ഓക്കെ. Let's see. പപ്പ അതിങ്ങതാ, ഞാൻ കെട്ടിത്തരാം. നീ എന്താ അവളെ കൂടെ പോണില്ലേ? ഞാൻ പോണില്ല. അതെന്ത്? ഞാനിവിടെ പപ്പയോടൊപ്പം നിന്നോളാം. എന്റെ കൊച്ചി ഇവിടെ സേഫ് അല്ല, അതുകൊണ്ടല്ലേ പോകാൻ പറഞ്ഞത്. ഈ ഒരു സിറ്റുവേഷനിൽ പപ്പനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. നിനക്കെങ്കിലും അത് തോന്നിയല്ലോ, എനിക്ക് സമാധാനമായി. നീ പോയില്ലേ? എന്ത്? ഞാൻ തിരിച്ചു പോന്നു. പപ്പൻ്റെ കൂടെ ഞാനും നിൽക്കും. ആര് എന്തൊക്കെ വന്നാലും ശരി, നമുക്ക് ഒന്നിച്ച് നേരിടാം. എനിക്ക് സന്തോഷമായി. അപ്പോ പപ്പ ആൻഡ് സാർമി റെഡി. ഫുൾ പവർ. അച്ഛോ, എന്ത് സംഭവിച്ചാലും നമ്മൾ നേരിടും. എടുക്കണം പപ്പ നല്ലത്. അല്ലാതെ വരട്ടവൻ. എന്തോന്ന് വാജി വെയിറ്റ്. കാല് കഴിച്ചിട്ട് വയ്യ. ഇത്ര നേരം വെച്ചിട്ടാ അയാൾ വരാൻ പോകുന്നു. അയാൾ വരാൻ പോണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ അയാൾ വരുന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കുറെ സിനിമ കണ്ടിട്ടുണ്ട്. വില്ലന്മാര് വരുന്നു പറഞ്ഞാൽ അവര് വന്നിരിക്കും. കേട്ടല്ലോ? നടക്കാൻ പോലും പറ്റാത്ത ആൾ വില്ലൻ. അയാൾക്ക് മര്യാദക്ക് നടക്കാൻ പറ്റില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ ഗസ് ചെയ്തതാ. ഇത് ഗസ് ചെയ്തൊന്നുമല്ല മോളെ, എനിക്ക് അപ്പോഴേ തോന്നിയതാടി നിനക്കെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. മര്യാദക്ക് പറഞ്ഞോ? പോംസ് ഒന്ന് നോക്ക്. പോംസ് ഇവിടെ സംശയിക്കുന്നത്. അപ്പ ആലോചിച്ചു നോക്ക് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ ശത്രുവിന്റെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. നീ പോ. വന്നു. അവൻ തന്നെ എന്റെ പഴയ പാട്ട്. അവൻ തന്നെ. ആടോ ആ പപ്പാ, ഹേ പപ്പാ, വേർ മാൻ? നിന്നോട് ഞാൻ പറഞ്ഞു ഇന്ന് ഈവനിങ് ഞാൻ വരുന്നു. ആ വാക്ക് ഞാൻ പാലിച്ചു. ഇനി എൻ്റെ ക്യാഷ് അത് കൊണ്ടുവാ പപ്പ, കൊണ്ടുവാ. പെണ്ണുങ്ങളെ മാത്രമുള്ള വീട്ടിൽ വന്ന് കയറി എന്തിനാണ് ബഹളം ഉണ്ടാക്കണം? നാണം കെട്ടോ, ഇറങ്ങി പോടാ. സോറി പെങ്ങളെ, ഞാൻ വിചാരിച്ച കൽപ്പന കേട്ടോ. പപ്പൻ്റെ എനിക്ക് പോടാ, പോടാ. മിഷൻ സക്സസ്, മിഷൻ സക്സസ്. പഴയ കാണിച്ച പോംസ് ആ പെണ്ണുങ്ങളെ സംസാരിച്ചേ. അതെ, ഞാനിവിടെ ഇല്ല എന്നാവും വിചാരിച്ചോട്ട്. അപ്പം പോയത് നന്നായി. ഇല്ലെങ്കിൽ ഉണ്ടല്ല ഇവിടെ നോക്കേ, അമിട്ട് പൊട്ടിച്ചവന്റെ ഞാൻ അവന്റെ അണ്ണാക്കി എറിഞ്ഞേനെ.